ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് നൊയമ്പ് കാലത്ത് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. ഒരൊറ്റ വെജിറ്റബിൾ മാത്രം മതി നമുക്ക് ഈ ഒരു സാമ്പാർ തയ്യാറാക്കാൻ. ഇതുപോലൊരു അടിപൊളി ഒഴിച്ചുകറി ഉണ്ടെങ്കിൽ നമുക്ക് 50 നോൻപല്ല എത്ര നോൻപ് വേണമെങ്കിലും ആചരിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചുരക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 350 ഗ്രാം തൂക്കത്തിലുണ്ടാകും. അതാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ 3 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു സവാള, 2 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയാണ് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത്. ഇനി വേണ്ടത് പരിപ്പാണ്, സാമ്പാർ പരിപ്പ്. ഞാനിവിടെ 1/2 കപ്പ് സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപ്പ് എടുക്കാം കേട്ടോ. കടല പരിപ്പാണെങ്കിൽ നമ്മൾ കുക്കറിലൊന്ന് വേവിച്ചിട്ട് ചേർത്താലും മതി. അപ്പോൾ ഈ പരിപ്പൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്ത പരിപ്പ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അവസാനം ഒന്നിച്ച് വെള്ളം ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയ ചുരക്ക ചേർത്ത് കൊടുക്കാം. സ്ലൈസ് ചെയ്ത തക്കാളി ചേർക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയ സവാള ചേർത്ത് കൊടുക്കാം. പച്ചമുളക് 2 എണ്ണം അറ്റം പിളർന്ന് ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട മസാലപ്പൊടികൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാനിവിടെ ഒരു ചെറിയ കൊച്ചു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ തന്നെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ഫുള്ള് സാമ്പാർ പൊടിയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിലെ സാമ്പാർ പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കാം. സാമ്പാർ പൊടി ചേർക്കാത്തവരാണെങ്കിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി സ്റ്റൗ കത്തിച്ച ഈ മസാലപ്പൊടികളൊന്ന് ചൂടാകുന്നത് വരെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ചൂടായ മണം വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോകും. ഒട്ടും കരിഞ്ഞൊന്നും പോകാൻ പാടില്ല, ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായ മണം വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പിന്നെ ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ചട്ടിയുടെ ചൂടിൽ 1 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് കുറച്ച് വെള്ളം ചേർത്ത് കലക്കിയെടുക്കണം. ഇതുപോലെ കലക്കിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെജിറ്റബിളിൻ്റെയൊക്കെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിക്കാൻ. ഇപ്പോൾ വെജിറ്റബിളിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി സ്പൂൺ കൊണ്ട് ഈ മസാലപ്പൊടികളും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം കുക്കർ അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം. 1 വിസിൽ വരുന്നത് വരെ മീഡിയം ഹീറ്റിൽ വേവിക്കുക. 1 വിസിൽ വരുമ്പോൾ തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. അതിനുശേഷം 5 മിനിറ്റ് നമ്മൾ ഈ കുക്കറിൽ തന്നെ വെച്ചിട്ട് സ്റ്റീമെല്ലാം കളഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള വേവിൽ കിട്ടും. ഇപ്പോൾ 1 വിസിൽ വന്നിട്ടുണ്ട്, ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇനി 5 മിനിറ്റിന് ശേഷം ഇത് തുറക്കാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഞാൻ സ്റ്റീമെല്ലാം കളഞ്ഞെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കഷണങ്ങളെല്ലാം 1/4 വേവായിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് വെന്തുടഞ്ഞു പോയാൽ പായസം പോലെ ഇരിക്കും. ഇങ്ങനെ കഷ്ണങ്ങൾ ഉള്ളതാണ് നല്ലത്. ഇനി ഒരു 1/4 ഭാഗം വേവ് കൂടി നമ്മൾ വേവിക്കാനുണ്ട്. പരിപ്പൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു മൺചട്ടിയിലേക്ക് ഈ വെന്ത കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഈ മൺചട്ടിയിലിട്ടാണ് ഈ കഷ്ണങ്ങളെല്ലാം പാകത്തിന് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഇതെല്ലാം ഇട്ടതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്യുക. എന്നിട്ട് ലോ ഹീറ്റിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയില നമുക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. മല്ലിയില ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി പുളിക്ക് ആവശ്യമുള്ള വാളംപുളി വെള്ളം ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് പുളി ചേർത്താൽ മതിയാകും, കാരണം നമ്മൾ തക്കാളി ചേർത്തിട്ടുള്ളതാണ്. തക്കാളി ചേർത്താൽ സാമ്പാറിൻ്റെ ഗ്രേവിക്ക് നല്ല കൊഴുപ്പുണ്ടാവും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇതിലേക്ക് ഇനി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ 1 കഷ്ണം ശർക്കര ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുത്ത് തിളപ്പിക്കാം. ഈ സമയത്ത് ഇതിലേക്ക് വറുത്തിടാനുള്ളത് നമുക്ക് റെഡിയാക്കി എടുക്കാം.
ഞാനിവിടെ ഒരു വറവ് ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കടുക് ചേർക്കുക. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കുക. 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ പൊട്ടിച്ചെടുക്കുക. കടുകും ചെറിയ ജീരകവും ഉലുവയും നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് 4-5 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളിയുടെ നിറമൊക്കെ മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് മുറിച്ച് ഇതിലേക്ക് ചേർക്കാം. മുളകൊന്ന് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും. കരിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ സ്റ്റൗ ഓഫ് ചെയ്ത് ചട്ടി സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ സാമ്പാറിൽ ചേർക്കാനുള്ള വറവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സാമ്പാറൊക്കെ നല്ലതുപോലെ തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി ഈ മൺചട്ടിയിൽ ഇരുന്ന് തന്നെ ഇത് കുറച്ചുകൂടി കട്ടിയാകും. നമുക്ക് ഈ വറവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ഈ അവസാനം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ സാമ്പാർ കാണുമ്പോൾ തന്നെ നമുക്ക് വായിന്ന് വെള്ളം വരും. ഇപ്പം തന്നെ നമുക്ക് ചോറ് തിന്നാൻ തോന്നും. അത്രയ്ക്ക് ഭംഗിയുമാണ്, നല്ല മണവുമാണ്. നമുക്കിത് ഒന്ന് മൂടി വെച്ച് 5 മിനിറ്റ് ഇതിൻ്റെ തിള ആറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ നൊയമ്പ് കാലത്ത് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഈ സാമ്പാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദിവസവും ഇതുപോലെ ഉണ്ടാക്കിയാൽ നമുക്കൊരു പപ്പടമോ അല്ലെങ്കിൽ കൊണ്ടാട്ടമുളക് വറുത്തതോ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറ് തിന്നാം. വേറെ ഒരു കറിയും വേണ്ട. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് നൊയമ്പ് ആചരിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്